എല്ലാവർക്കും ആത്മനമസ്കാരം. ശ്രീമൻ നാരായണീയം ദശകം 20 ഋഷഭയോഗീശ്വര ചരിതം. അതായത് ശ്രീമദ് മഹാഭാഗവതം പഞ്ചമസ്കന്ധത്തിൽ ആദ്യത്തെ 6 അധ്യായങ്ങൾ കൊണ്ട് വിവരിക്കുന്ന ഋഷഭദേവ അവതാരചരിതമാണ് ഈ ദശകം 20 സംഗ്രഹിച്ചു പറഞ്ഞിരിക്കുന്നത്. ശ്ലോകം 1. പ്രിയവ്രതസ്യ പ്രിയപുത്രബോധാത് ആഗ്നീന്ദ്രരാജാദുദിതോ ഹിനാഭി ത്വാം ദൃഷ്ടവാനിഷ്ടദം ഇഷ്ടിമധ്യേ തവൈവ തുഷ്ട്യൈ കൃതയജ്ഞകർമാ. പ്രിയവ്രതസ്യ പ്രിയപുത്രബോധാത് ആഗ്നീന്ദ്ര രാജാത് ഉദിതഃ ഹിനാഭിഃ ത്വാം ദൃഷ്ടവാൻ ഇഷ്ടദം ഇഷ്ടിമധ്യേ തവ ഏവ തുഷ്ടൈ കൃതയജ്ഞ കർമ്മഃ. തവ ഏവ തുഷ്ടൈ കൃതയജ്ഞ കർമ്മ. പ്രിയവ്രതസ്യ പ്രിയവ്രതന്റെ പ്രിയപുത്രബോധാത് പ്രിയപുത്രനായി ജനിച്ച ആഗ്നീന്ദ്ര രാജാത് ആഗ്നീന്ദ്രൻ എന്ന രാജാവിനെ ഉദിതഃ നാഭിഃ അതായത് ആ രാജാവിന് ജനിച്ച നാഭി ആകട്ടെ തവ ഏവ തുഷ്ടൈ ഭഗവാനെ അങ്ങയെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി കൃതയജ്ഞ കർമ്മ യാഗകർമ്മങ്ങൾ അനുഷ്ഠിച്ച് ഇഷ്ടിമധ്യേ ആ യാഗത്തിനിടയിൽ ഇഷ്ടദം എല്ലാ അഭിഷ്ടങ്ങളും നൽകുന്ന ത്വാം നിന്തിരുവടിയെ ദൃഷ്ടവാൻ ദർശിച്ചു എന്നാണ് പറയുന്നത്. അതായത് സ്വയംഭുവ മനുവിന്റെ ചരിതം നമ്മൾ കണ്ടു. സ്വയംഭുവ മനുവിന്റെ പെൺമക്കൾ 3 പേര്, 2 പുത്രന്മാർ, ഉത്താനപാദ മഹാരാജാവും പ്രിയവ്രതനും. അതിൽ ഉത്താനപാദന്റെ ചരിതം, അദ്ദേഹത്തിന്റെ പുത്രൻ ധ്രുവന്റെ ചരിതമൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇനി സ്വയംഭുവ മനുവിന്റെ 2ാമത്തെ പുത്രനാണ് പ്രിയവ്രതൻ. ആ പ്രിയവ്രതന്റെ പുത്രനാണ് ആഗ്നീന്ദ്രൻ. ഈ ആഗ്നീന്ദ്രൻ എന്ന രാജാവിന് ജനിച്ച മകനാണ് നാഭി. ഈ നാഭി ഭഗവാനെ പ്രീതിപ്പെടുത്തുവാനായി യാഗാദി കർമ്മങ്ങൾ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കെ ആ യാഗത്തിനിടയിൽ സർവ്വ അഭിഷ്ടങ്ങളും നൽകുന്ന ഭഗവാനെ അങ്ങ് അവർക്ക് ദർശനം നൽകി. ഭഗവാനെ അവർ ദർശിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. സ്വയംഭുവ മനുവിന്റെ പുത്രനായ പ്രിയവ്രതൻ അദ്ദേഹം ആത്മീയ ജീവിതം നയിക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. പിന്നീട് ബ്രഹ്മദേവന്റെ നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹം ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിച്ചത്. അദ്ദേഹത്തിന് 2 പത്നിമാരാണ് ഉണ്ടായിരുന്നത്. അതിൽ ആഗ്നീന്ദ്രൻ തുടങ്ങിയ 7 പുത്രന്മാരാണ് അദ്ദേഹത്തിന് ജനിച്ചത്. ഇതിൽ ആഗ്നീന്ദ്രൻ വിവാഹം കഴിച്ച് ആഗ്നീന്ദ്രന് ജനിച്ച പുത്രനാണ് നാഭി. നാഭി വളർന്നു വലുതായി. നാഭി രാജാവായി അധികാരത്തിൽ വന്നപ്പോൾ അദ്ദേഹം ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി യാഗാദി കർമ്മങ്ങൾ അനുഷ്ഠിച്ചു. അങ്ങനെ യാഗം നടത്തുന്നതിനിടയിൽ എല്ലാ അഭിഷ്ടങ്ങളും നൽകുന്ന ആ ഭഗവാൻ അവർക്ക് ദർശനവും നൽകി. ഇതാണ് 1ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ശ്ലോകം 2. അഭിഷ്ടുതസ്തത്ര മുനീശ്വരൈസ്ത്വം രാജ്ഞാ സുതുല്യം സുതമർത്യമാനഃ സ്വയം ജനിഷ്യേഹമിതി ബ്രുവാണ സ്ഥിരോ ദധാ ബർഹിഷി വിശ്വമൂർത്തേ. അഭിഷ്ടുതഃ തത്ര മുനീശ്വരൈഃ ത്വം രാജ്ഞഃ സ്വതുല്യം സുതമർത്യമാനഃ സ്വയം ജനിഷ്യേ അഹമിതി ബ്രുവാണഃ തിരോദധ ബർഹിഷി വിശ്വമൂർത്തേ. ഇവിടെ നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു, നാഭി രാജാവ് യാഗം അനുഷ്ഠിച്ചപ്പോൾ ആ യാഗത്തിനിടയിൽ ഭഗവാൻ അവർക്ക് ദർശനം നൽകി എന്ന്. പക്ഷെ അത് ആ യജ്ഞത്തിന്റെ യജമാനനായ നാഭിയല്ല, യാഗത്തിൽ വന്നു ചേർന്ന ഋഷിമാരാണ് പ്രത്യക്ഷപ്പെട്ട ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്. അതാണ് ആ യജ്ഞത്തിന്റെ യജമാനനായിട്ട് നിൽക്കുന്ന നാഭി രാജാവല്ല ഭഗവാനോട് പ്രാർത്ഥിച്ചത്. നാഭി രാജാവിന് വേണ്ടി ഋഷിമാരാണ് ദർശനം നൽകിയ ഭഗവാനോട് പ്രാർത്ഥിച്ചത്. അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. വിശ്വമൂർത്തി
അല്ലയോ സർവസ്വരൂപനായ ഭഗവാനെ, തത്ര മുനീശ്വരൈഹി, ആ യാഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ യാഗമധ്യത്തിൽ തത്ര മുനീശ്വരൈഹി, ആ മുനിശ്രേഷ്ഠന്മാരാൽ അഭിഷ്ടുതഃ, ചുറ്റും നിന്ന് സ്തുതിക്കപ്പെട്ടവനും, രാജ്ഞഃ, അതായത് സ്തുതിക്കപ്പെട്ടവനും, നാഭി രാജാവിന് സ്വതുല്യം, അങ്ങേക്ക് തുല്യമായ സുതം, ഒരു പുത്രനെ, അർത്യമാനഃ, ലഭിക്കാൻ പ്രാർത്ഥിക്കപ്പെട്ടവനും ആയ ത്വം, ഭഗവാനെ അവിടുന്ന്, അഹം സ്വയം ജനീഷ്യേ, ഞാൻ തന്നെ അവതരിച്ചു കൊള്ളാം എന്ന്, ഇതി ബ്രുവാണ, എന്ന് പറഞ്ഞുകൊണ്ട്, ബർഹിഷി, അഗ്നിയിൽ തിരോദധ, മറഞ്ഞു എന്നാണ് പറയുന്നത്. അതായത് ആ യാഗം നടക്കുമ്പോൾ യാഗമധ്യത്തിൽ വെച്ച് അവിടെ പ്രത്യക്ഷപ്പെട്ട ഭഗവാനോട് നാഭി രാജാവല്ല, ആ യാഗം അനുഷ്ഠിക്കുന്ന ഋഷിമാര് രാജാവിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അതായത് നാഭി രാജാവിന് അന്ന് പുത്രന്മാരുണ്ടായിരുന്നില്ല, സന്താനങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പൊ അതിനു വേണ്ടിയാണ് അദ്ദേഹം ആ യാഗം അനുഷ്ഠിച്ചത്. അപ്പൊ രാജാവിന് ഒരു പുത്രനെ ലഭിക്കാൻ വേണ്ടി മഹർഷിമാർ ഭഗവാനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ മഹർഷിമാരാൽ ചുറ്റും നിന്ന് സ്തുതിക്കപ്പെട്ടവനും, ആ മഹർഷിമാർ നാഭി രാജാവിന് ഒരു പുത്രനെ ലഭിക്കണേ എന്ന് പ്രാർത്ഥിക്കപ്പെട്ടവനുമായ ആ ഭഗവാൻ മഹർഷിമാർക്ക് കൊടുത്ത മറുപടി ഇതായിരുന്നു: എന്നെ പോലെയല്ല, ഞാൻ തന്നെ പുത്രനായി, എൻ്റെ അംശം, ഞാൻ തന്നെ ഒരു അംശമായി, പുത്രനായി, നാഭിയുടെ പുത്രനായി അവതരിച്ചു കൊള്ളാം എന്ന് മഹർഷിമാർക്ക് വാക്കുകൊടുത്തിട്ട് ഭഗവാൻ അങ്ങനെ അഗ്നിയിൽ മറഞ്ഞു എന്നാണ് പറയുന്നത്. ഇനി ശ്ലോകം 3. ഭഗവാനോട് തുല്യം ഭഗവാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ സ്വയം അവതരിക്കാം എന്ന് ഭഗവാൻ സമ്മതിച്ചത്. ഭഗവാന്റെ അവതാരമാണ് ഋഷഭൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആ ജനനത്തെ കുറിച്ചാണ് നമ്മൾ ഈ 3-ാമത്തെ ശ്ലോകത്തിൽ കാണുന്നത്. നാഭി പ്രിയായാമധമേരുദേവ്യാം ത്വമംശദോ അഭൂർഷഭാഭിധാനഃ അലോകസാമാന്യ ഗുണപ്രഭാവ പ്രഭാവിത അശേഷജനപ്രമോദഃ. നാഭി പ്രിയായാം അധ മേരുദേവ്യാം ത്വം അംശദഃ അഭുഃ ഋഷഭാഭിധാനഃ അലോക സാമാന്യ ഗുണ പ്രഭാവ പ്രഭാവിത അശേഷജന പ്രമോദഃ. അധം, അനന്തരം, ത്വം, ഭഗവാനെ അങ്ങ്, നാഭി പ്രിയായാം, നാഭിയുടെ പത്നിയായ, നാഭി രാജാവിന്റെ പത്നിയായ മേരുദേവ്യാം, മേരുദേവിയിൽ, അംശദഃ, അംശാവതാരമായി, ഋഷഭാഭിധാനഃ, ഋഷഭൻ എന്ന പേരിൽ, അലോക സാമാന്യ ഗുണപ്രഭാവ പ്രഭാവിത, അതായത് അലോക സാമാന്യം, ഈ ലോകത്ത് സാധാരണമല്ലാത്ത കാണുന്ന ഗുണങ്ങളാലും ആ ഗുണങ്ങളാലും പ്രഭാവത്താലും അശേഷ ജനപ്രമോദ, എല്ലാ ജനങ്ങൾക്കും സന്തോഷം ഉളവാക്കുന്നവനായിട്ടും അഭൂഹു, ഭഗവാൻ ഋഷഭൻ എന്ന പേരിൽ ജനിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ ഭഗവാൻ പറഞ്ഞതുപോലെ തന്നെ എന്നെ പോലെയല്ല, ഞാൻ തന്നെ വരികയാണ് എന്ന്, ജനിക്കുമെന്ന് പറഞ്ഞതുപോലെ തന്നെ, മഹർഷിമാർക്ക് അനുഗ്രഹം കൊടുത്തതുപോലെ തന്നെ നാഭി രാജാവിന്റെ പത്നിയായ മേരുദേവിയിൽ ഭഗവാന്റെ അംശാവതാരമായി ഭഗവാൻ ഋഷഭൻ എന്ന പേരിൽ ജനിച്ചു. ഈ ലോകത്ത് സാധാരണ കാണുന്ന ഗുണങ്ങൾക്കൊക്കെ അതീതമായിട്ട്, അതിനേക്കാൾ അസാധാരണമല്ലാത്ത ഗുണങ്ങളാലും അതീവ പ്രഭാവത്താലും എല്ലാ ജനങ്ങൾക്കും സന്തോഷം നൽകുന്നവനായിട്ടും ഭഗവാൻ അങ്ങനെ നാഭി ഋഷഭൻ എന്ന പേരിൽ ജനിച്ചു. അടുത്തതായിട്ട് ശ്ലോകം 4. ഈ ഋഷഭൻ യുവാവായതിനു ശേഷമുള്ള നാഭിയുടെ ചരിതം, അതാണ് ഈ ശ്ലോകം 4 വിവരിക്കുന്നത്. ത്വയി ത്രിലോകീ ഭൃതിരാജ്യഭാരം നിധായ നാഭി സഹമേരുദേവ്യാ തപോവനം പ്രാപ്യ ഭവന്നിഷേവി ഗദക്കിലാനന്ദ പദം പദം തേ. നാഭി രാജാവ് ത്രിലോകീ ഭൃതി, 3 ലോകങ്ങളും ഭരിക്കുന്ന ത്വയി, ഭഗവാനെ അങ്ങയിൽ, രാജ്യഭാരം നിധായ, രാജ്യഭാരം ഏൽപ്പിച്ച്, അർപ്പിച്ച്, അതായത് നാഭി രാജാവ്
സ്വന്തം മകനായ ഋഷഭൻ, ഭഗവാന്റെ അംശമായിട്ടുള്ള ആ ഋഷഭനെ ഈ 3 ലോകങ്ങളും ഭരിക്കുന്ന ഭഗവാൻ, ആ ഭഗവാൻ തന്നെയാണല്ലോ ഋഷഭൻ. അങ്ങനെയുള്ള ഋഷഭനെ ആ രാജ്യഭാരത്തെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് മേരുദേവിയാ സഹ, മേരുദേവിയോട് കൂടി, തന്റെ ഭാര്യയായ മേരുദേവിയോട് കൂടി തപോവനം പ്രാപ്യ, തപോവനത്തിൽ ചെന്ന് ഭവന്നിഷേവി, നിന്തിരുവടിയെ തന്നെ, ഭഗവാനെ തന്നെ നല്ലവണ്ണം സേവിച്ച് ആനന്ദപദം, ആ പരമാനന്ദ സ്ഥാനമായ തേ പദം, അവിടുത്തെ പദത്തെ ഗതഹ കില, പ്രാപിച്ചുവല്ലോ എന്നാണ് പറയുന്നത്. അപ്പൊ നാഭി രാജാവ് ആ ഒരു ഗൃഹസ്ഥാശ്രമമൊക്കെ കഴിഞ്ഞ് വാനപ്രസ്ഥത്തിലേക്ക് എത്തിയപ്പോൾ തന്റെ പുത്രൻ ഭഗവാന്റെ അംശം തന്നെയാണെന്നറിയാം. അപ്പോ 3 ലോകങ്ങളും ഭരിക്കുന്ന ഭഗവാന് ഈ ഒരു ചെറിയൊരു രാജ്യം ഭരിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്ന് നാഭി രാജാവിന് അറിയാം. അപ്പോ 3 ലോകങ്ങളും ഭരിക്കുന്ന ഭഗവാന്റെ അംശമായ ജനിച്ച തന്റെ പുത്രനായ ഋഷഭന് രാജ്യഭാരം ഏൽപ്പിച്ചു കൊടുത്തിട്ട് തന്റെ ഭാര്യയായ മേരുദേവിയോടൊപ്പം അങ്ങനെ തപോവനത്തിലേക്ക് ചെന്നു. ഭഗവാനെ നല്ലവണ്ണം സേവിച്ച് പരമാനന്ദ സ്ഥാനമായ ഭഗവാന്റെ പദത്തെ, പരമപദത്തെ പ്രാപിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ശ്ലോകം 5. ഇന്ദ്രന് പോലും അസൂയ തോന്നത്തക്കവണ്ണം അത്രയ്ക്കും ഉത്കൃഷ്ടമായിരുന്നു ഋഷഭരാജാവിന്റെ രാജ്യഭരണം എന്നാണ് ഈ ശ്ലോകത്തിൽ, 5ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഇന്ദ്രസ്തുതുത്കർഷ കൃതാദമർഷാദ് വവർഷനസ്മിന്നജനാഭവർഷേ യദാ തദാ ത്വം നിജയോഗശക്ത്യാ സ്വവർഷമേനദ് വ്യദധാ സുവർഷം. ഇന്ദ്രഃ ത്വതു ഉത്കർഷകൃതാത് അമർഷാത് വവർഷ ന അസ്മിൻ അജനാഭവർഷേ യദാ തദാ ത്വം നിജയോഗശക്ത്യാ സ്വവർഷം ഏനത് വ്യദധാ സുവർഷം. യഥാ എപ്പോൾ, ഇന്ദ്രഃ ഇന്ദ്രനെ, ത്വതു ഉത്കർഷ കൃതാത്, അതായത് ഭഗവാനെ അങ്ങ് തന്നെ അംശമായി ജനിച്ച ഋഷഭ രാജാവിന്റെ ആ ഉത്കൃഷ്ടമായ ഭരണം, അതാണ് ഉത്കർഷം കൊണ്ടുണ്ടായ എന്ന് പറയുന്നത്. ത്വതു ഉത്കർഷ കൃതാത്, ഭഗവാന്റെ ആ ഉത്കർഷം കൊണ്ടുണ്ടായ അമർഷാദ്, സ്പർദ്ധയാൽ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ, ഋഷഭ രാജാവിന്റെ അത്യധികം ഉത്കൃഷ്ടമായ ആ രാജ്യഭരണം കണ്ടിട്ട് ഇന്ദ്രന്റെ ഉള്ളിൽ ഉണ്ടായ സ്പർദ്ധ, അസൂയയാൽ അസ്മിൻ അജനാഭവർഷേ, ഈ അജനാഭവർഷം എന്നു പേരുള്ള ഭഗവാന്റെ ആ രാജ്യത്ത് ന വവർഷ, മഴ പെയ്യിച്ചില്ല എന്ന്. മഴയുടെ ദേവനാണല്ലോ ഇന്ദ്രൻ, മഴ പെയ്യിച്ചില്ല ഋഷഭരാജാവ് ഭരിക്കുന്ന രാജ്യത്ത്. തഥാ അപ്പോൾ, ത്വം ഏനത്, അതായത് ഋഷഭദേവനായ അങ്ങ് നിന്തിരുവടി, സ്വവർഷം ഈ അജനാഭം എന്ന അങ്ങയുടെ സ്വന്തം ഭൂഖണ്ഡത്തെ, ആ രാജ്യത്തെ, സ്വയോഗശക്തിയ തന്റെ യോഗബലം കൊണ്ട്, സുവർഷം ധാരാളം മഴയുള്ളതാക്കി തീർത്തു എന്ന്. വ്യദധ എന്ന് വെച്ചാൽ മഴയുള്ള, സുവർഷം വ്യദധ ധാരാളം മഴ പെയ്യിച്ചു എന്നാണ് പറയുന്നത്. അപ്പോ അതായത് ഭാഗവതത്തിൽ വളരെ വിശദമായിട്ട് പറഞ്ഞിരിക്കുന്നതിനെ വളരെ ചുരുക്കി സംഗ്രഹിച്ചാണ് നാരായണീയത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഋഷഭരാജാവിന്റെ അത്യധികം ഉത്കൃഷ്ടമായ ആ രാജ്യഭരണം കണ്ടിട്ട് ഇന്ദ്രന് പോലും അസൂയ തോന്നിപ്പോയി എന്നാ പറയുന്നത്. അപ്പൊ അസൂയ തോന്നിയ രാജാവ് ഇന്ദ്രൻ ഋഷഭരാജാവ് ഭരിക്കുന്ന ഭൂഖണ്ഡത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ, കുറവുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവിടെ മഴ പെയ്യിച്ചില്ല എന്ന്. അപ്പോൾ ഋഷഭദേവൻ സ്വന്തം ഭൂഖണ്ഡത്തെ, അജനാഭം എന്നു പേരുള്ള സ്വന്തം രാജ്യത്തെ തന്റെ തപശക്തിയാൽ, യോഗബലം കൊണ്ട് ധാരാളം മഴ ഉള്ളതാക്കി തീർത്തു എന്ന്, ധാരാളം മഴ പെയ്യിച്ചു എന്നാണ് പറയുന്നത് ഈ ശ്ലോകത്തിൽ. ഇനി ഇതിന്റെ ബാക്കി നമുക്ക് അടുത്ത 6ാമത്തെ ശ്ലോകം തൊട്ട് നമുക്ക് അടുത്ത ഭാഗത്തിൽ കാണാം.